ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിച്ചു, ലോകത്ത് സമാധാനം പുലർന്നു. പൊതുവെ എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട്. അമേരിക്ക, ട്രംപ് പ്രത്യേകിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത് ഞാനാണ് ഇതിൻ്റെ ഇടനിലക്കാരനായി നിന്നത്, ഞാൻ രണ്ടുപേരോട് മതി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ അവസാനത്തെ ആണിയടിച്ചതും ഞങ്ങൾ തന്നെയാണ് എന്ന അവകാശവാദം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് ഫോർദോയിൽ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാധനം നമ്മൾ അടിച്ച് തീർത്തു, അവർക്ക് തല പൊക്കാൻ പറ്റാത്ത വിധത്തിൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതെല്ലാം അവിടെ ഒപ്പിച്ചു വെച്ചതും ഇവർ തന്നെയല്ലേ? അതെ, അത് തന്നെയാണ് ചരിത്രം കള്ളം പറയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇറാനിൽ ആണവ പദ്ധതികൾക്ക് തുടക്കമിട്ടത് അമേരിക്കയാണ്. ഇറാൻ്റെ ആദ്യത്തെ ആണവ റിയാക്ടർ കൊടുത്തത് അമേരിക്കയാണ്. അതായത് ഇന്നത്തെ അവർ അണുബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടർ കിറ്റ് കൊടുത്ത രാജ്യം അമേരിക്കയാണ്. അതായത് നമുക്കറിയാമല്ലോ, ലോകത്ത് ഏറ്റവും വലിയ ആറ്റം ബോംബ് സ്ഫോടനം ഉണ്ടായത് ഹിരോഷിമ നാഗസാക്കിയാണ്. അപ്പോൾ അതിനുശേഷം അമേരിക്ക ഒരു സമാധാന വെള്ളപ്രാവിൻ്റെ മേലെങ്കിൽ അങ്ങോട്ട് സ്വയം എടുത്തണിഞ്ഞു. എന്നിട്ട് അവർ സ്വയം ഇനി ആറ്റം ബോംബ് അല്ലെങ്കിൽ ആറ്റോമിക് എനർജി സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആകണം എന്ന തരത്തിൽ വലിയ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടു. അങ്ങനെ 1960 അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡ്വൈറ്റ് ഐസൻഹോം എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ഐക്യരാഷ്ട്രസഭയിൽ 1953 കേട്ടോ, 1953 ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, ഇനി ആറ്റോമിക് എനർജി ഉപയോഗിക്കുന്നത് സമാധാന ആവശ്യങ്ങൾക്കായിരിക്കണം. ഇനി ഈ സൈന്യത്തിൽ നിന്ന് ഈ ആറ്റം അല്ലെങ്കിൽ ആ ബോംബ് എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിയിട്ട് അത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഇത് പ്രൊഡക്റ്റീവ് ആകണം. അതായത് ഊർജ്ജം അതെ, അതായത് ആ സമയത്ത് ഈ യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ വലിയൊരു ക്രൈസിസിനെ അഭിമുഖീകരിക്കുമ്പോൾ വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോകൂ എന്നുള്ളൊരു ആലോചന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വ്യവസായവൽക്കരണം നടപ്പിലാകണമെങ്കിൽ അതിന് വൈദ്യുതി വേണം, യന്ത്രങ്ങൾ പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ ഈ പറയുന്ന ആറ്റോമിക് എനർജി പ്രൊഡക്റ്റീവ് പർപ്പസിന്, അതായത് ഉൽപ്പാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഇദ്ദേഹം UN ഒരു പ്രസംഗം നടത്തി, ചരിത്രപരമായ പ്രസംഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാളൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ പേരാണ് ആറ്റം ഫോർ പീസ്, അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ ആറ്റം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ അന്ന് അമേരിക്കയുമായിട്ട് സഖ്യത്തിലുള്ള പല രാജ്യങ്ങൾക്കും ഊർജ്ജ ഉൽപ്പാദന ആവശ്യം പരിഗണിച്ച് ഈ പറയുന്ന ആറ്റോമിക് റിയാക്ടർ കൊടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടർ കിറ്റ് കൊടുത്തു. അതിൽ ഒരു രാജ്യമാണ് ഇറാൻ, ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, ഒരു രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെ പല രാജ്യങ്ങൾക്കും ഈ പറയുന്ന ഒരു ഔദാര്യം കണക്കെ ഈ പറയുന്ന സ്റ്റാർട്ടർ കിറ്റ്, അതായത് ഈ ആറ്റോമിക് റിയാക്ടർ ഇത് കൊടുത്തു. അപ്പോൾ ഈ റിയാക്ടർ ടെഹ്റാനിലാണ് കൊണ്ട് സ്ഥാപിച്ചത് ഇവർ, ഈ പറയുന്ന ഇറാൻ. ഈ പറയുന്ന യുദ്ധത്തിലൊന്നും ആ റിയാക്ടർ തകർത്തതായിട്ടൊരു വാർത്ത വന്നിട്ടില്ല, അത് അമേരിക്ക കൊടുത്തതാണ്. 1960 ഈ പറയുന്ന റിയാക്ടർ അവിടെ കൊടുത്തത്. അപ്പോൾ അന്ന് കാരണമുണ്ട്. അന്ന് ഇറാൻ ഭരിച്ചിരുന്നത് ഷാ മുഹമ്മദ് റാസ പഹാൽവി എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. അല്ല, ഇതേപോലെ ഈ അയത്തുള്ള അലി ഖമനേയിയെ പോലെ അന്നത്തെ ഒരു നേതാവ്. അപ്പോൾ അയാൾ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുമായി നല്ല ബന്ധത്തിലുണ്ടായിരുന്ന ആളാണ്. അയാളൊരു പരിഷ്കരണവാദിയും കൂടിയായിരുന്നു. അയാൾ അവിടെ ഈ മതനിരപേക്ഷമായ പഠനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ അവിടെ കടുത്ത മതം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നടക്കുകയുള്ളൂ. എന്നാൽ അന്ന് അങ്ങനെയല്ല, അന്ന് കുറച്ചുകൂടി വിശാലമായിരുന്നു അവരുടെ സമൂഹം. പിന്നെ ഈ ശിരോവസ്ത്രം ഉണ്ടല്ലോ, ഈ ബുർഖ ധരിക്കുന്നത്, അത് നിർബന്ധമാക്കിയിട്ടില്ലായിരുന്നു ഇയാളുടെ ഭരണത്തിൽ, അതിന് നിയന്ത്രണങ്ങളില്ലായിരുന്നു. പിന്നെ ആധുനിക കലകൾ പഠിക്കുന്നതിന് അവസരം ഉണ്ടായിരുന്നു ഇയാളുടെ ഭരണത്തിന് കീഴിൽ. വിദേശ വിദ്യാഭ്യാസം നേടുന്നതിന് അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതിനെ സ്വാഗതം ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് അത്ര സഖ്യത്തിലാകെ അമേരിക്ക ഈ പറയുന്ന ആറ്റോമിക് റിയാക്ടർ കൊടുക്കാനും കാരണം. ഈ പറയുന്ന ആൾ 1968 ഫ്രാൻസുമായി ഒരു കരാറുണ്ടാക്കി. അതുപ്രകാരം ഇവർക്ക് ആദ്യത്തെ റിയാക്ടർ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള റിയാക്ടർ കിട്ടി. അപ്പോൾ അമേരിക്ക ആദ്യം കൊടുത്ത റിസർച്ച് പർപ്പസിനുള്ള റിയാക്ടറാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കൊടുത്ത റിയാക്ടറാണ് ആദ്യത്തത്. അതിനുശേഷം ഫ്രാൻസിൽ നിന്ന് ഇവരൊരു റിയാക്ടർ 1968 റിയാക്ടർ സ്വന്തമാക്കി. അതിനുശേഷം ഇയാൾ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് 1970 കാലത്തിൽ അവരുടെ ബന്ധങ്ങൾ വലുതാക്കി. ഇയാൾ വീണ്ടും ഫ്രാൻസിൽ നിന്ന് റിയാക്ടറുകൾ ആവശ്യപ്പെട്ടു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് യുറേനിയം ആവശ്യപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. പിന്നീട്
ഇതിന് അതായത് ഇറാൻ വലിയ രീതിയിൽ ഈ ആറ്റോമിക് പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു സംശയം തോന്നി തുടങ്ങി, ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ ഇയാളെടുത്തൊരു നിലപാടുണ്ട്. അതായത് എൻ്റെ രാജ്യത്തിന് ഇറാന് സ്വന്തം നിലയിൽ ആറ്റോമിക് ഇന്ധനം, അതായത് ആണവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഇടപെട്ടാൽ അത് ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ഇയാളൊരു നിലപാടെടുത്തു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇറാൻ ഭരണാധികാരികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അന്ന് അയാൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറാൻ എന്തൊക്കെയോ ദുരൂഹമായി ചെയ്യുന്നുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ 1978 കാലയളവിൽ ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അന്നും ഇറാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷേ എന്തോ സംശയത്തിൻ്റെ ബലത്തിൽ അന്ന് ജിമ്മി കാർട്ടർ ഇറാന് കൊടുക്കാനിരുന്ന 8 റിയാക്ടറുകളുടെ കൈമാറ്റം നിർത്തിവെച്ചു. തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ പറയും, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ, അതായത് ഇറാൻ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആ റിയാക്ടറുകൾ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ കാര്യങ്ങൾ നടന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് ഇറാൻ എന്ത് ചെയ്തെന്നറിയാവോ? നേരെ ആ സമയത്ത് ഈ ശീതയുദ്ധത്തിൻ്റെ കെടുതികളുള്ള സമയമൊക്കെയാണ്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായി, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി. പുതിയ കക്ഷികൾ വന്ന്, വിപ്ലവം വന്നു. ആ പഴയുള്ള, അതായത് നേരത്തെ ഈ അമേരിക്കയായിട്ട് നല്ല സഖ്യത്തിലായിട്ടുണ്ടായിരുന്ന അയാളുടെ ഭരണം പോയി. പിന്നീട് കുറച്ച് യാഥാസ്ഥിതിക ആൾക്കാർ ഇറാൻ്റെ ഭരണത്തിൽ വന്നു. അവർക്ക് ഈ ആറ്റോമിക് എനർജിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം 89 കാലയളവിൽ ഇന്നിപ്പോഴുള്ള അയത്തുള്ള അൽ ഖമനേയി ചുമതലയേറ്റു. അയാൾക്കും ഈ പറയുന്ന ആറ്റോമിക് എനർജിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ 80 കാലയളവിൽ ഇറാഖുമായിട്ട് ഇറാൻ വലിയ രീതിയിലൊരു യുദ്ധം, ഒരു 8-9 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായി. അതിനുശേഷമാണ് അയത്തുള്ള അൽ ഖമനേയി ഈ ആറ്റോമിക് അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള അത്ര രസത്തിലല്ല, അമേരിക്കയുമായിട്ടൊരു രസത്തിലല്ല. അപ്പോൾ ഇവർക്കപ്പോൾ ആശ്രയിക്കാൻ പറ്റിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നേരത്തെ തന്നെ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ആറ്റോമിക് റിയാക്ടർ സ്ഥാപിക്കുകയും ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട്. അപ്പോൾ അവിടുത്തെ അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അയാൾക്ക് ഈ രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള മറ്റേ സെൻട്രിഫ്യൂഗുകൾ കടത്തി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ഇയാൾ ഇറാന് ഈ ആറ്റോമിക് എൻറിച്ച്മെൻറ്റിനുള്ള, സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂഗുകൾ ഇവർക്ക് ഇറാന് വിറ്റു എന്നാണ് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ ഇയാളുടെ കീഴിലാണ് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ അതീവ രഹസ്യമായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2002 ഇറാന് ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തേണ്ടി വന്നു, ഞങ്ങളുടെ രാജ്യത്ത് രഹസ്യമായിട്ട് ഇതുവരെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചില പ്ലാന്റുകളൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും പക്ഷേ വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇറാൻ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിൽ വലിയ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ ഇവർക്ക് നേരെ വലിയ ഉപരോധങ്ങളൊക്കെ വന്നു. ഇവർ ആണവ ബോംബ് ഉണ്ടാക്കുന്നുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ വീണ്ടും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ സംഘർഷവും ശീതയുദ്ധവും ഒക്കെ ഇങ്ങനെ പോയി. അതായത് ഇറാനും മറ്റ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് നിരന്തര പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ നിരന്തര ചർച്ചകൾക്കൊടുവിൽ 2015 ഒരു ആണവ നിർവ്യാപന കരാറിലേക്ക് ഇറാൻ എത്തുന്നത്. ഒബാമയുടെ കാലം. അതെ, ഒബാമയുടെ കാലം. അങ്ങനെ ആണവ നിർവ്യാപന കരാർ പ്രകാരം ഇതൊക്കെ ഒരു ധാരണയാക്കി. ഇറാന് പരമാവധി 300 കിലോ വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അനുമതി കൊടുത്തു. ആ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം അത് വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ യുറേനിയം സമ്പുഷ്ടീകരണം 60% ആയെങ്കിൽ മാത്രമാണ് ഈ വൈദ്യുതി സമ്പുഷ്ടീകരണം നടക്കുക. അതൊരു 90% വരെ ആക്കിയാൽ അത് ആയുധമായി, ആണവ ആയുധമായി മാറും. അപ്പോൾ അതിലവർ വീണ്ടും കള്ളക്കളി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങിയത്. രഹസ്യമായിട്ട് ഇവർ വീണ്ടും ആണവ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന്. അതായത് 300 എന്നുള്ളത് 400 കിലോ ആക്കി എന്ന് പറഞ്ഞു. അതെ, അത് 300 എന്നുള്ള ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയാണ്. എന്നാൽ ഈ പറയുന്ന ഫോർദോയിൽ മാത്രം 400 കിലോളം ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയേക്കുന്നത്, ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത് രഹസ്യമായിട്ട് ഇറാൻ കുറേ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ 2018 ട്രംപ് പിൻവാങ്ങിയതോടുകൂടി ഇവർ ആ ഒരു കരാറിൻ്റെ ഭാഗമല്ലാണ്ടായി. അപ്പോൾ ഇറാന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടി. ഇറാൻ ഈ ഫോർദോ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ തുടങ്ങി. ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഈ കരാറിൻ്റെ ഭാഗമായിട്ട് വർഷാവർഷം ഈ പ്ലാന്റുകളിൽ പരിശോധന നടത്തുമായിരുന്നു. എന്നാൽ ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം 2025 ആ സമയത്ത് ഇവരെ പരിശോധനയ്ക്ക് അങ്ങോട്ട് കയറ്റിയത് പോലും ഇല്ല ഇറാൻ. എന്താണ് അവസാന ഘട്ടത്തിലെ സ്റ്റാറ്റസ് എന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷം ഇത്ര മൂർച്ഛിച്ചതും അമേരിക്കയ്ക്ക് സൈനികമായിട്ട് പോലും അവിടെ ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്.